ഗൈസ്, വെൽക്കം ടു മലയാളി യൂട്യൂബ് ചാനൽ. നമ്മളിന്ന് വന്നിരിക്കുന്നത് ഗെയിം പ്ലേ വീഡിയോ ആയിട്ടാണ്. ഗെയിം പ്ലേ വീഡിയോ എന്ന് പറയുമ്പോൾ ചെറിയൊരു വീഡിയോ ആണ്. PBSSPB ഗെയിംസാണ് കളിക്കാൻ പോകുന്നത്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, മാക്സിമം സപ്പോർട്ട് ചെയ്യണം. പിന്നെ നമുക്കൊരു സെക്കൻഡ് ചാനലും ഉണ്ട്, മലയാളി ഡൂഡ്സ് എന്നാണ്. അത് ഫുൾ സപ്പോർട്ട് തന്നെ. നമുക്ക് ഗെയിം പ്ലേ ആണ്. നമ്മൾ കളിക്കാൻ പോകുന്ന ഗെയിം എന്ന് പറഞ്ഞാൽ നാരുട്ടോ അൾട്ടിമേറ്റ് നിഞ്ച ഹീറോസ്. PSSPP ഗെയിംസ് എന്താണെന്ന് അറിയാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം. ഒരു ഡീറ്റെയിലിൽ വീഡിയോ വരുന്നതായിരിക്കും. പക്ഷെ ഒരു പ്രശ്നം എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ക്രോം എടുക്കുമ്പോൾ അപ്പോൾ നമ്മുടെ റെക്കോർഡിങ് പോകും, സ്ക്രീൻ റെക്കോർഡിങ് പോകും. അപ്പോൾ വേണമെങ്കിൽ ഞാൻ ക്രോം എടുക്കാണ്ട് പറഞ്ഞു തരാം. അപ്പോൾ ബാക്കിയൊക്കെ ഞാൻ ഫോണിൽ ചെയ്യാം. 2 ആപ്പ് വേണം. അപ്പോൾ ബിഗിനേഴ്സിന് ഇത്തിരി പാടായിരിക്കും, പിന്നെ പഠിച്ചു തോന്നും. അപ്പം നമുക്ക് കളിക്കാം. നമ്മൾ ആദ്യം കണ്ടിരിക്കുകയും ഒരു ബാറ്റ്മാൻ്റെ ലോഗമുണ്ട്. അതാണ് ഞാൻ എപ്പോഴും കളിച്ചുകൊണ്ടിരുന്നത്. അത് റെക്കോർഡും ചെയ്താ എന്നാ പറയാം, എല്ലാ യൂട്യൂബേഴ്സിന് പറ്റുന്ന തെറ്റ് എനിക്കും പറ്റി. റെക്കോർഡായില്ല, ഓഡിയോ റെക്കോർഡായില്ല. അപ്പോൾ നമുക്ക് കളിച്ചു തുടങ്ങാം. ഇതിൻ്റെ പാട്ട് പറയാൻ പറ്റില്ല. നമ്മുടെ സ്റ്റേജ് 1 ഞങ്ങൾ കളിച്ചെടുത്താണ് ഹീറോ മോഡ്സിലെ. അപ്പോൾ സ്റ്റേജ് 2 ആണ് നമ്മൾ കളിക്കാൻ പോകുന്നത്. ബാക്കി സ്റ്റേജ് നിങ്ങൾക്ക് കാണണമെങ്കിൽ ഹാർഡായി വരും ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് അടുത്ത പാർട്സൊക്കെ ആണെങ്കിൽ പറയുക, നമ്മൾ കളിക്കുന്നതായിരിക്കും. കമൻറ്റ് ബോക്സിൽ പറയുക. അപ്പം ഞാൻ ആദ്യം ഒത്തിരി വീഡിയോ എടുക്കാൻ വേണ്ടി ഒത്തിരി റെക്കോർഡിങ് ആപ്സ് കയറ്റി വയ്ക്കി. ഫസ്റ്റ് എൻ്റെ ഗെയിം പ്ലേ വീഡിയോ, ഫസ്റ്റ് ഗെയിം പ്ലേ വീഡിയോ നമ്മുടെ ചാനലിൽ അൺബോക്സിങ് വീഡിയോസൊക്കെ വന്നിട്ടുണ്ട്. സെക്കൻഡ് ചാനലിൽ കൂട്ടാൻ്റെ വീഡിയോ വന്നിട്ടുണ്ട്. പിന്നെ അൺബോക്സിങ് വീഡിയോയിൽ വന്നേക്കെന്ന് പറയുകയാണെങ്കിൽ എൻ്റെ ഫോട്ടോയൊന്നും ഇല്ല അതിൻ്റെ അത്. അത് എൻ്റെ അനിയനും കൂട്ടുകാരനാണ് പറയുന്നത്. എന്താ വെച്ചാൽ ഞാൻ ക്യാമറമാനായിരുന്നു. നമുക്ക് ഹെൽത്ത് കുറവാണ് ഗൈസ്. പിന്നെ നാരുട്ടോ ഗെയിം മോസ്റ്റ് പ്രോബബ്ലി എതിർ ടീമിന് ഇത്തിരി ഹെൽത്ത് കൂടുതലായിരിക്കും. ഒറ്റ പാർട്ട് മാത്രമാണ് ഗൈസ് നമ്മൾ കളിക്കുന്നത്. നമുക്ക് 3 ടേൺസ് ഉണ്ട്. ഒരെണ്ണം നാരുട്ടോ ആയിട്ടും, ഒരെണ്ണം വേറൊരു 2 നേരം ഞാൻ സെൻസിറ്റീവ് ആണെന്ന് പറയാൻ പാടില്ല ഗൈസ്. ഞാൻ നാരുട്ടോ സീരീസ് കാണാറില്ല, കാണുന്നവർക്ക് അറിയാമായിരിക്കും. നൈസായിട്ട് എത്തിയിരിക്കുകയാണ്. ഇതാണ് സെൻസുക്കാന്ന് തോന്നുന്നു. പല പേര് ആനിമേ ഫാൻസിനൊക്കെ ഭയങ്കരമായിരിക്കും. എൻ്റെ കൂട്ടന്മാർക്ക് ആനിമേ ഫാൻസ് അവർ. ഞാനങ്ങനെ ആനിമയൊന്നും കാണാറില്ല. ആകെ ഒരു ആനിമേ കണ്ടാർന്നു ഞാൻ. അത് വൈറലൊന്നും ആയില്ല. പക്ഷെ നമ്മുടെ ഹോഗ്വാർട്സ് എന്ന് പറയുന്നത് മാജിക് വേൾഡ്, ഹോഗ്വാർട്സ് എല്ലാവർക്കും അറിയാമായിരിക്കും. ഹോഗ്വാർട്സിൽ അതിനോടാ വാങ്ങാൻ ഹോഗ്വാർട്സ് വൺ പഞ്ച് മാൻ ഇൻ ഹോഗ്വാർട്സ് മാഷാണ്. ഞാൻ ആകെ ഒരു എപ്പിസോഡ് പാതിയാണ്, ആദ്യത്തെ എപ്പിസോഡിൻ്റെ പാതി. അയ്യോ ഇവിടെ നല്ല അത്രേ ഉള്ളൂ എനിക്ക് പറയാനുള്ള. അങ്ങനെ വളച്ചിലെടുക്കല്ലേ എത്തലും പമ്പിലും. അയ്യോ ഗൈസ്, ഈ PPSSPP ഗെയിംസ് എന്ന് പറയുകയാണെങ്കിൽ ഈ PSP ഗെയിംസിൻ്റെ ഒരു ഇതായിരുന്നു. അതൊരു ഗെയിമിംഗ് കൺസോളാണ്. അതിൻ്റെ ഒരു മൊബൈൽ വേർഷനാണ് കഴിച്ചത്. എല്ലാവർക്കും അറിയാമായിരിക്കും. ഇവന് ഇത്തിരി പവർ കൂടുതലാണ് ഗൈസ്. മോനെ അടി. അയ്യോ എന്താണ് മുട.
ദേഷ്യം കൊണ്ട് കാര്യമില്ല. അടി ഇവനെ തോൽപ്പിക്കാൻ മറ്റവർക്ക് മാത്രമേ പറ്റുള്ളൂ. അയ്യോ മേളിപ്പോ ഞാനിപ്പോഴാണ് ഓടിച്ചത്. മാറി മേളിപ്പോട്ടെ, ഇല്ലെങ്കിൽ ഫുൾ ഡേഞ്ചറാ. മേളിപ്പോ ഹെൽത്തുമില്ല, അതുകൊണ്ടായി ഞാൻ താഴത്തേക്ക് ഇറങ്ങാത്തത്. ഉയ്യോ താഴത്തേക്ക് പോലെ മകനെ, അവന്റെ ഹെൽത്ത് കുറയില്ല. നീ ഒന്ന് അടിക്കാം. ഇവനെന്തായാലും ഉറപ്പാടും ചാവും. അപ്പൊ നമ്മള് അടിച്ചിട്ടെങ്കിലും ചാവാനും. ചത്തു ഡെഡ് ഹോ ഗയ. ഞാൻ ഒറ്റ സ്റ്റേ ആയിരിക്കും ഗൈസ് ചെയ്യുന്നത്. ഇതിന്റെ ബാക്കി വീഡിയോ ആണെങ്കിൽ കമന്റ് ബോക്സിൽ പറയുക. പിന്നെ ഫ്രീ ഫയറും BGMI ഒക്കെ വേണമെങ്കിൽ പറയാ. കളിക്കുന്നതായിരിക്കും. ഇഷ്ടമുള്ള ഗെയിം പറയാ. ഒരു മടിയും വേണ്ട, ഞാൻ പറയുന്നില്ല. നിങ്ങൾ ഉറപ്പായിട്ടും പറയുന്നത് എനിക്കറിയാം. സപ്പോർട്ട് തരിക, നമുക്ക് വേണ്ടത് മാത്രമാണ്. ഫാൻസ് പോട്ടെ, എന്താ പറയുന്നത്, വ്യൂസ് ഗണ്ണെന്ന് വേണമെങ്കിൽ പറയാം. ഇല്ല, reload to YouTube. Views are reload to YouTube. Reload എന്ന് പറഞ്ഞാൽ ഗണ്ണ് reload. Fire of views. നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ നോക്കുക. എല്ലാ വീഡിയോസും നമ്മുടെ ചാനലിൽ അൺബോക്സിംഗ് വീഡിയോ ഉണ്ട്. ഈ മൈക്കിലാണ് ഞാൻ റെക്കോർഡ് ചെയ്യുന്നത്. വന്നിട്ടുണ്ട് ഗൈസ്, നിങ്ങളെല്ലാവരും പോയി കാണുക. തീർന്നു അവൻ ഡെഡ് ഹോ ഗയ. പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ ചില വോയിസ് കേൾക്കും, അതൊന്നും മൈൻഡ് ചെയ്യണ്ട. അവൻ ഡെഡായില്ല കേട്ടോ. അതിനപ്പുറം പറഞ്ഞു, നമ്മൾ ഈ ഒരു കലിയായോണ്ടല്ലോ പിന്നെ ഇത്തിരി അവന് അടിക്കുന്ന ഡാമേജ് കൂടും. സക്കൂറ ഞാൻ ഈ 4 ക്യാരക്ടർ സക്കൂറയും, സെൻസിറ്റിയും, നാറുട്ടോയും, കകാഷിയും ഞാൻ 2-3 കാണാറുണ്ട്. 2-3 എപ്പിസോഡ് ഞാൻ കണ്ടായിരുന്നു. പിന്നെ എന്നാ കാണല് നിർത്തി. പിന്നെ ഞാനതിൻ്റെ ആദ്യം കൊണ്ട് എൻ്റെ കൂട്ടുകാരന്മാർക്ക് നല്ല ഡീറ്റെയിൽസ് അറിയാം. അവന്മാരോട് ചോദിച്ചാൽ എല്ലാം അറിയാൻ പറ്റും. വാങ്ങി കിടന്ന് എന്നെ പരിഹസിക്കുന്നുണ്ട്. അതെൻ്റെ അമ്മയാണ്. ആറെന്ന് പറയുകയാണെങ്കിൽ ഡിഫൻസ് എല്ലാം ഉണ്ടായിരുന്നു. എല്ല് പിടിച്ചേക്ക് അടിയില്ല. എല്ല് മാറ്റാനാണല്ലേ. അയ്യോ അവന് വിളിക്കറ വിളിക്കറാം. എന്തിനു റിസ്ക്? എവിടാ? അയ്യോ നമ്മളെ നമുക്കാണോ ഡാമേജ് കിട്ടിയല്ലോ? അല്ലല്ലോ. അവര് ഇൻവിസിബിൾ ആയി കളിക്കുന്നേ. അയ്യോ താഴെ പോ. മേലീസ് ഡേഞ്ചർ. താഴെ പോടാ. ഈ ഡേഞ്ചറസ് നമ്മളെ നമുക്ക് അവർക്ക് അറ്റാക്കിങ്ങിൽ പവർ കൂടുതലാണ് ഗൈസ്. അറ്റാക്കിങ്ങിന് നല്ല പവർ അയച്ച ചാട് അടി കൂടു. നമുക്ക് ഒന്നിനും പവറില്ല. അവരുടെ ഹെൽത്ത് ഭയങ്കര കുറവ്. ആ സമയത്ത് അവർ ഒറ്റ സ്റ്റേജ് മാത്രമാണ് ഗൈസ് നമ്മൾ കളിക്കുന്നുള്ളൂ. ഈ സെയിം സ്റ്റേജിൻ്റെ വീഡിയോ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എടുത്തായിരുന്നു. എന്താ അതിൻ്റെ എറർ എന്ന് പറയുകയാണെങ്കിൽ 3 മിനിറ്റ് മാത്രമേ റെക്കോർഡായുള്ളൂ.
പിന്നെ ഒരു കാര്യം പറയാം, നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പേര് ശരിക്കും മലയാളി എന്നല്ല, നമ്മൾ വെൽക്കം ടു മലയാളി യൂട്യൂബ് ചാനലാണ് ഫസ്റ്റ് ഇൻട്രോ പറഞ്ഞത്. പിന്നെ മലയാളി ബോയ്സ് എന്ന് പറഞ്ഞാൽ എല്ലാ വീഡിയോയിലും മലയാളി ബോയ്സ് എന്നും, അൺബോക്സിങ് വീഡിയോയിൽ മാത്രം വെൽക്കം ടു മലയാളി യൂട്യൂബ് ചാനൽ, ഇപ്പോഴും മലയാളി യൂട്യൂബ് ചാനൽ പറയുകയാണെങ്കിൽ ഞാൻ മലയാളി ബോയ്സ് മാറ്റിയിട്ട് ഞാൻ നേരെ മലയാളി ഗായ്സ് ആക്കാൻ നോക്കിയായിരുന്നു, ഗായ്സും ഡ്യൂഡ്സും. അപ്പോൾ അറിയാണ്ട് ഞാൻ മലയാളി വിളിച്ചിട്ട് സേവ് ചെയ്യും. പിന്നെ 14 days ആഫ്റ്റർ 14 days മാത്രമേ ഗൈസ് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ, പേര് മാറ്റാൻ പറ്റുള്ളൂ, എടുക്കാനല്ല പേര് മാറ്റാൻ പറ്റുള്ളൂ. പിന്നെ നമ്മുടെ ചാനൽ അവസ്ഥ എന്ന് പറയുമ്പോൾ 110 വ്യൂസും 3 സബും 13 ലൈക്കും പിന്നെ 5 ഷെയറും 2 കമൻറ്റും, ഇത് മാത്രമുള്ളൂ ഗൈസ്. കമൻറ്റ് എൻ്റെ കൂട്ടാനിട്ടാണ്. ഈ സ്റ്റേജ് മാത്രം കളിക്കുന്നുള്ളൂ. നിങ്ങൾക്ക് വേറെ സ്റ്റേജ് വേണമെങ്കിൽ സ്റ്റേജ് വേണമെങ്കിൽ പറയുക, കമൻറ്റ് ബോക്സിൽ പറയുക, അപ്പോൾ കളിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ സ്റ്റേജ് വേണ്ടി വരുമായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത സ്റ്റേജ് കളിക്കുന്നില്ല, അപ്പോൾ അദ്ദേഹം സ്റ്റേജ് അടുത്ത് കളിക്കുന്നില്ല ഗൈസ്. നിങ്ങൾ സെക്കൻഡ് പാട്ട് ഇപ്പോൾ സ്റ്റേജ് 3 ഓണായിരുന്നു ഗൈസ്. അപ്പോൾ അടുത്ത പാട്ട് വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുക, ഫുൾ സപ്പോർട്ട് തരിക. അപ്പോൾ എനിക്ക് ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. അദ്വൈതറും സൈനിങ് ഔട്ടായില്ല, സോറി, അദ്വൈതറും സൈനിങ് ഔട്ട്.